എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതു അലമാരിക്കകത്ത് പെട്ടിരിക്കുകയാണ്. എങ്ങനെ പുറത്തിറങ്ങണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് മദ്യപിച്ച് നല്ല തലയ്ക്ക് പിടിച്ച് വരുണിങ്ങനെ ഇരിക്കുകയാണ്. പതുക്കെ രേഖയെ നോക്കി, കൊള്ളാം, നീ കിടന്നുറങ്ങ, നീ നന്നായിട്ട് കിടന്നങ്ങോട്ട് മയങ്ങ. ഈ വരുണിനോടായിരുന്നു നിന്റെ കളിയില്ലേ. ഇത്രയും കാലം നീ എന്നെ മയക്കി കിടത്തി, ഇന്ന് നീ അങ്ങോട്ട് കിടന്ന് മയങ്ങടി. ഇന്നത്തോടു കൂടി നിന്റെ മയക്കം അങ്ങോട്ട് തീരുമെന്ന് പറയാം. ഈ സമയത്താണ് വരുണിന്റെ ഫോൺ ബെല്ലടിച്ചേ. അങ്ങനെ ഫോൺ വിളിച്ച് നോക്കിയ സുവർണയാണ് വിളിക്കുന്നത്. ഹലോ ഡാർലിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുക. ആണോ? ശരി ശരി, ഞാനിവിടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ തുടങ്ങുന്നുള്ളൂ. അത് കുഴപ്പമില്ലെന്നേ, മോളൂന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ. ദേ, ഈ റിസോർട്ട് എന്റെ സ്വന്തം ആയിക്കോട്ടെ, ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരം കേട്ട അകത്തിരുന്ന ഗീതുവിനാണ് ആകെപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ ചെന്ന് അവന്റെ കഴുത്തിരിച്ച് അങ്ങോട്ട് കൊന്നാലോ എന്ന് വരെ ഒരു നിമിഷം അങ്ങ് ചിന്തിച്ചു പോയി. ഈ സമയം വളരെ പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ഗോവിന്ദ് റൂമിന് വെളിയെന്ന്. ഗീതു റൂമിനകത്തുണ്ട്. പക്ഷെ എങ്ങനെ അവളെ ഒന്ന് പുറത്തു കൊണ്ടുവരും? താൻ എന്തൊരു ഭർത്താവാ. ഗീതുവിന് ഭർത്താവായിട്ട് അവളെ രക്ഷിക്കാണ്ട് തനിക്ക് സാധിക്കുന്നില്ല. ഇത് ഒരുമാതിരി കാമുകന്മാരെ പോലെ ധൈര്യത്തോടെ എന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് ഗീതുവിനെ വിളിച്ചിറക്കൊണ്ട് വരുവാ ചെയ്യണ്ടേ. പക്ഷെ തന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? നിന്നിട്ട് കാര്യമില്ല, എന്തേലും എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴാണ് അവിടെ ഒരു കുട ഇരിക്കുന്നത് കണ്ടു. കുടയും പിന്നെ അവിടെ വേസ്റ്റ് ബിന്നും ഇരിക്കുന്നുണ്ട്. അപ്പൊ വേസ്റ്റ് ബിന്നിനകത്ത് പ്ലാസ്റ്റിക്കും കിടക്കുന്നുണ്ട്. ഒരു വഴി ഒപ്പിക്കാം എന്നും പറഞ്ഞിട്ട് ഇത് രണ്ടും എടുക്കുവാണ്. പെട്ടെന്നാണ് ഗോവിന്ദ് ഓർത്തെ, അല്ല താനെന്തിനാ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കണേ? രാധികാമ്മയോട് ചെന്ന് സത്യങ്ങളൊക്കെ പറയണം. താനും ഗീതും തമ്മിലൊരു എഗ്രിമെന്റ് വിവാഹമല്ല, തങ്ങൾ തമ്മിൽ ഇപ്പൊ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പിന്നെ എന്തിനു വിഷമിക്കണം? ശരി, രാധികാമ്മയോട് തന്നെ പറഞ്ഞിട്ട് എന്റെ കാര്യം എന്നും പറഞ്ഞിട്ട് രാധികാമ്മയുടെ മുറി ലക്ഷ്യമാക്കി ഗോവിന്ദങ്ങ് നീങ്ങുവാണ്. അവിടെ പോയി കോളിംഗ് ബെല്ല് അമർത്തിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷെങ്കിൽ ആരും കഥ തുറന്നില്ല. ഇതെന്ത് പറ്റി കഥ തുറക്കാത്ത? കുറെ തവണ കോളിംഗ് ബെല്ല് അടിച്ചു നോക്കി, ഒരു രക്ഷയില്ല, ആരും തുറക്കണില്ല. ഇനി ഇപ്പൊ എന്ത് ചെയ്യും? ഒരുപക്ഷെ കോളിംഗ് ബെല്ലും കൂടെ വർക്ക് ചെയ്യുന്നില്ലേ പോലും. ഇനി അതുകൊണ്ടാണോ അറിയാത്തെ? അതോ ഇനി അമ്മ കിടന്ന് ഉറങ്ങിപ്പോയോ? ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല ഗോവിന്ദന്. പിന്നീട് ഗോവിന്ദ് എന്ത് ചെയ്യാണ്, അവിടെ ഇരിക്കുന്ന ആ കുടയും എടുത്തു. കുടയെടുത്ത് കറക്കിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഗോവിന്ദ് ആ കുടയുടെ ആ ഒരു തുണി വെച്ചിട്ട് ഒരു മാസ്ക് പോലെ ഒരെണ്ണോട് ഉണ്ടാക്കുവാണ്. ആ മാസ്ക് ഒക്കെ മുഖത്ത് വെച്ചിട്ടും കൂടെ വരുക. ഇനിയിപ്പൊ ഇത് മാത്രം ഒരു വഴിയുള്ളൂ. നേരെ വരുണിന്റെ റൂമിന്റെ അങ്ങോട്ടാ വരുന്നേ. ഈ മാസ്ക് മുഖത്ത് വെക്കണം. കോളിംഗ് ബെൽ അടിച്ചു കഴിയുമ്പോൾ വരുൺ വന്ന് കഥ തുറന്നു കഴിയുമ്പോൾ അവനെ പിടിച്ച് തള്ളിയിട്ടിട്ട് ഗീതുവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇവിടുന്ന് പോകണം. അതാണ് ഇനി ഏക പോംവഴി. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് വരിക. ഈ സമയത്ത് ഫോൺ വിളിച്ച് വെച്ചും വരുൺ നേരെ എന്ത് ചെയ്യണം, കയ്യിലേക്ക് ഒരു മുല്ലപ്പൂ ഒക്കെ എടുത്ത് അങ്ങോട്ട് ചുറ്റി ആദ്യ രാത്രി ആഘോഷിക്കാൻ പോകുന്ന മയങ്ങി കിടക്കുന്ന ഭാര്യയുടെ അടുത്ത്. പിന്നീട് നേരെ വരുൺ രേഖയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. രേഖയുടെ അടുത്ത് ചെന്ന് രേഖയുടെ മേത്തേക്ക് അങ്ങോട്ട് കയറി ഒരു ഉമ്മ വെക്കാൻ അങ്ങ് തുടങ്ങുവാണ്. അത്ര സമയം സഹിച്ചു നിൽക്കാനുള്ള ക്ഷമയൊന്നും ഗീതിനുണ്ടായില്ല. ഗീത് പെട്ടെന്ന് അലമാരിക്കകത്തും കൂടെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഫ്ലവർ വേസ് അവിടെ ഇരിക്കുന്നുണ്ട്. അതിങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ട് വരുണിന്റെ തല ലക്ഷ്യമാക്കി ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുകയാണ്. കൃത്യ അടി കൊണ്ട് ആ കഴുത്തിന്റെ അവിടെയാണ്. ഒരു നിമിഷം വരുൺ ഇങ്ങനെ ഒന്ന് നിന്നിട്ട് അന്തം വിട്ട് പിന്നെ അങ്ങോട്ട് ബോധം കെട്ട് അങ്ങോട്ട് പോവാണ്. തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടിയില്ല. പെട്ടെന്ന് ഗീതുവും ഞെട്ടിപ്പോയി. ഗീതുവും പ്രതീക്ഷിച്ച കാര്യമില്ല ഇങ്ങനെ ബോധം കെട്ട് വീഴുമെന്നുള്ളത്. ഗീതു പോയി നോക്കി, എന്റെ ഭഗവാനെ എന്തെങ്കിലും പറ്റുമോ ഇനി? അങ്ങനെ പോയി നോക്കിക്കഴിയുമ്പം ശ്വാസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബെഡിലേക്ക് തന്നെ വീണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എങ്ങനെയും പുറത്ത് കിടക്കണം. പതുക്കെ ആ കതകിന്റെ പഴുതിലൂടെ പുറത്തേക്ക് നോക്കി ആരെങ്കിലും പുറത്തുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കിക്കഴിയുമ്പം ഗോവിന്ദ് പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഗോവിന്ദ് മുഖംമൂടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഗീതുവിന് മനസ്സിലായില്ല അത് ഗോവിന്ദാന്നുള്ള കാര്യം. നോക്കിക്കഴിയുമ്പത്തിന് മുഖംമൂടി ധരിച്ച ഒരാള്. ദൈവമേ, ഇതാരാ പോലും ഇനി അടുത്ത കുരിശ്? ഓരോ കുരിശുകൾ മാറ്റിക്കൊണ്ട് വരുമ്പത്തിന് കൂടിക്കൂടി വരുവാണല്ലോ. ഇനി എങ്ങനെ പുറത്ത് കിടക്കും? പെട്ടു. പിന്നെ നോക്കുവാണ്, അയാൾ മാറുന്നില്ല. അയാൾ അവിടെ തന്നെ നിൽക്കുക. നീ ഇപ്പൊ ആരാ പോലും എന്താ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. രണ്ടും കൽപ്പിച്ച് ഗീത അങ്ങോട്ട് വാതിൽ തുറക്കുവാണ്. വാതിൽ തുറന്ന് എന്ത് ചെയ്യണം, കൈക്കുന്ന ഫ്ലവർ വേസ് വെച്ചിട്ട് അടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, ഗീതു ഇത് ഞാനാ, ഗോവിന്ദാന്ന് പറയണ. കണ്ണേണ്ട, ഇതെന്താ കണ്ണേണ്ട ഇങ്ങനെ? അതൊക്കെ പറയാം. എന്തി അകത്തേക്ക് നോക്കുവാണ്. ഇതെന്താ വരുൺ ദേഹം കിടന്ന് കൂർക്കം വിളിച്ച് ഉറങ്ങുവാണെന്ന് ചോദിക്കണം. അയ്യോ, അവർ ഉറങ്ങിയതല്ല, ബോധം കെട്ട് കിടക്കുന്ന. ബോധം കേട്ടോ, അവർക്ക് ഇത് എന്ത് പറ്റി? അതൊക്കെ പറയാം. ആദ്യം മുറിക്കകത്തുനിന്ന് പുറത്തൊന്ന് കിടക്കാം, വരാൻ പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് ചെല്ലുക. പിന്നീട് ഗീത് പറഞ്ഞു, എത്ര മണിക്കൂറായെന്നറിയാം ഞാൻ ആ അലമാരിക്കകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞിട്ട്? 4-5 മണിക്കൂറായി. എന്റെ കാലൊന്നും നിവരുന്നില്ല. വേദന കാരണം ഒരു രക്ഷയില്ല. എനിക്ക് എവിടെയല്ലോ ഒന്ന് കിടക്കണമെന്ന് പറയാം. ഈ സമയം ഗോവിന്ദ് ചോദിച്ചു, അല്ല അവിടെ നടന്ന കാര്യങ്ങൾ എന്താ? പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്.
എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഗോവിന്ദ് പറഞ്ഞു, ദൈവമേ, തലനാരിഴയ്ക്കാ നീ രക്ഷപ്പെട്ട്. എങ്ങാനും പിടിക്കപ്പെട്ടായിരുന്നെങ്കിലോ? പിടിക്കപ്പെട്ട എന്താ, ധൈര്യമായിട്ട് കാര്യം അങ്ങോട്ട് പറയും. അല്ലാതെ ഇപ്പം എത്ര നാളോ വെച്ചാൽ അങ്ങനെ ഒളിച്ചും കളിച്ച് നടക്കണേന്ന് പറയാം. എന്നാലും ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണല്ലോ. ആരുടെ? നമ്മുടെയാ. എന്റെ പൊന്നെ, ഇവിടെ ആകെപ്പാടെ കാലും ദേഹം മൊത്തം ഫുൾ വേദനയായിട്ട് ഇരിക്കുക. ഇനിയിപ്പം ആദ്യരാത്രിയും കൂടെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ആംബുലൻസും വിളിച്ച് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. പറഞ്ഞില്ലാന്ന് വേണ്ടെന്ന് ഗോവിന്ദനോട് പറയാ. ഗോവിന്ദൻ പറഞ്ഞു, അതൊക്കെ ഒരു മെഡിസിൻ കഴിക്കും മാറിക്കോളൂല്ലേ, ഒരു ഗുളിക കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു പെയിൻ കില്ലർ അങ്ങോട്ട് കഴിച്ചാൽ മതി എന്ന് പറയാം. പിന്നെ പെയിൻ കില്ലർ കഴിച്ച് ആദ്യരാത്രി ആഘോഷിക്കാനായിട്ട് കാലും കൊണ്ടുപോവാ, ഞാൻ തിരുമ്മി തരാന്ന് പറഞ്ഞ് ഗോവിന്ദ് കാലൊക്കെ തടവി കൊടുക്കുവാണ്. അതെ, എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. ഇത് ഹണിമൂണല്ല, ഇതിന് വേറെ വല്ല പേര് ഇടേണ്ട വരുമെന്ന് പറയാം. എന്താ, നമുക്കിവിടെ നിന്നിട്ട് ആദ്യരാത്രിക്ക് ആഘോഷിച്ചിട്ട് പോയാൽ പോരെ? വേണ്ട വേണ്ട, ഇവിടെ സെറ്റ് ആവത്തേ ഇല്ല. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, അതെ, ഇവിടുത്തെ മാനേജർ പുറത്ത് കൊണ്ടുപോയി വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ നമ്മളെ പുറത്തെത്തിക്കും. ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് എന്നെ വീട്ടിൽ കൊണ്ട് ആക്കിയാൽ മാത്രം മതി. ഇവിടെ കിടന്ന ടെൻഷൻ അടിച്ച് മിക്കവാറും ഞാൻ ചത്തുപോകുന്നു തോന്നേ. രാധികാമ്മയുടെ ഉദ്ദേശം അറിയാലോ. നമ്മൾ എവിടെയൊക്കെ ഹണിമൂൺ ആഘോഷിക്കാൻ പോലും അവിടെ എല്ലാം വലിഞ്ഞു കയറി വന്നോളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കാണ് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഗോവിന്ദാണ് ഇത്ര ധൈര്യമുണ്ട്, ഗോവിന്ദാണ് ഇപ്പൊ തന്നെ രാധികാമ്മയോട് ഇന്ന് പറ, കഥയെ മുട്ടിയിട്ട് എന്ന് പറയണം. അവളെ, ഗീതു എന്റെ ഭാര്യയാണ്, ഞങ്ങൾ രണ്ടും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാന്ന്. അതിനുള്ള ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ട് കിടന്നു, നമുക്ക് പിന്നെ ആദ്യരാത്രി ആഘോഷിക്കാന്ന് പറയാം. ഓഹോ, അപ്പൊ അത് രാധികാമ്മ എടുത്ത് പറയാൻ പറ്റില്ലല്ലേ? എന്നിട്ട് ആദ്യരാത്രി ആഘോഷിക്കണം പോലും മിണ്ടാതെ അവിടെ കിടന്നോളാൻ പറയണം. ഗോവിന്ദ് പറഞ്ഞു, എന്താ ഗീതു, ഒന്നുമില്ല, പറഞ്ഞു മനസ്സിലായാലോ. നാളെ രാവിലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാന്ന് പറയാം. പിന്നീട് ഗീതു അങ്ങോട്ട് കിടക്കുവാണ്. പിന്നീട് കാണിക്കുന്നേ കിഷോറിന്റെ അടുത്തേക്ക് അപർണിക ചെല്ലുവാണ്. അപർണിക എന്നിട്ട് ചോദിച്ചു, സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? എന്റെ പേരിലേക്ക് എഴുതി വെക്കുമല്ലേ കിഷോർ എന്ന് ചോദിക്കും. ഇത് കേട്ടൻ കിഷോർ പറഞ്ഞു, നിന്റെ പേരിലേക്ക് എഴുതി വെക്കാനോ? നല്ല കഥയായി, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ പേരിലേക്കും കൂടെ നിന്റെ ഡാഡി എഴുതി വെച്ചിരിക്കുന്നത്. ആ നിന്റെ പേരിലേക്ക് ഞാൻ എഴുതിത്തരത്തില്ല എന്ന് പറയാം. ഓഹോ, അങ്ങനെയാണോ? അന്നാ അതിന് വഴിയുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയും. നീ എന്ത് ചെയ്യാനാ? നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഇത് കേട്ടതോ അപർണിക പറഞ്ഞു, നമുക്ക് കാണാം. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അജാസിക്കയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അജാസിക്കയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. മുമ്പൊന്ന് ചോദിച്ചാ ആ പാർട്ട്ണർ ആരാ, ആ പൈസയും കൂടെ മുങ്ങിയത് ആരാന്ന്. അപ്പൊ അയാളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഞാൻ തരാം, അയാളുടെ പേരെന്ന് പറയാൻ വേണ്ടിട്ട്. ഞാൻ പക്ഷെ പറയാതിരുന്ന, പക്ഷെ ഇനി അങ്ങനെയല്ല, ഞാൻ പറയൂന്ന് പറയാം. ഇത് കേട്ടതും കിഷോർ പറഞ്ഞു, നീ പറയത്തില്ല. അതെന്താ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലേ, അപ്പൊ നീ ഒരിക്കലും പറയില്ലെന്ന് പറയാം. ഇത് കേട്ടത് അവർണേ പറഞ്ഞു, അതിന് കിഷോറിന് എന്താ ഉറപ്പിരിക്കുന്നത്? എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് കിഷോറിന്റെ കുഞ്ഞാന്ന് വല്ല ഉറപ്പുണ്ടോന്ന് ചോദിക്കാം. കിഷോറിന് കാരണം തടിയേറ്റ വിലയിപ്പേ. കിഷോർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നത്. അങ്ങനെയൊക്കെ താൻ പറഞ്ഞു കഴിയുമ്പം അവൾ തളർന്നു പോകുന്ന ഓർത്തായിരുന്നേ. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ഈ സമയത്താണ് അജാസിന്റെ കോള് വരുന്നത്. പെട്ടെന്ന് കോൾ എടുത്തു. ആ, അജാസൊക്കെ പറഞ്ഞോളാൻ പറയാണ്. അതെ, ഞാൻ പുറത്ത് വന്നിട്ടുണ്ട്, ഇറങ്ങി വരാൻ പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് കോള് കെട്ടിയ അവർണെ കിഷോറിനോട്, എന്തേ അജാസക്കടെ കാര്യം പറഞ്ഞോളൂ, 100 ആയുസ, പുറത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഇറങ്ങിച്ചെല്ലട്ടെ, ഇതുവരെയായിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർണെ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുക. എന്നാ ശരി, നമുക്ക് പോയാലും നിൽക്കാം, അതിപ്പൊ പോവാന്ന് പറയണം. ആ സമയത്താണ് കിഷോർ അവിടെ നിൽക്കുന്നതേ. പെട്ടെന്ന് അജാസ് ചോദിച്ചു, അല്ല കിഷോറെ, ഇന്നാളെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ പാർട്ട്ണറുടെ കാര്യമൊക്കെ അയാളുടെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയോന്ന് ചോദിക്കുക. സ്വത്തുക്കളുടെ കാര്യമേ. ഇത് കേട്ടതും പെട്ടെന്ന് കിഷോർ പറഞ്ഞേ, സ്വത്തുക്കളൊക്കെ എഴുതി മേടിക്കാൻ പറ്റിയിട്ടില്ല, അധികം വൈകാതെ തന്നെ അത് പറ്റൂന്ന് പറയാം. അധികം വൈകാതെ പറ്റണം, ഞാൻ കയറി ഇടപെടണോ? ഞാൻ സംസാരിക്കണമെന്ന് നിൽക്കും. വേണ്ട വേണ്ട, ഞാൻ സംസാരിച്ച് ഡീൽ ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. ഈ സമയം അവരുടെ പറഞ്ഞു, ബാജാസെ കയറാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടും കൂടെ കാറിൽ കയറി പോവാ. ഇത് കണ്ടും തകർന്ന് തരിപ്പണമായിട്ട് കിഷോർ നിൽക്കുവാണ്. കിഷോർ മനസ്സിൽ പറഞ്ഞു, അതേ കാലം നീ ഇങ്ങനെ ഇവളും നിങ്ങൾ സൂയിക്കില്ലടാ, എന്ത് ചെയ്യണം നീ കിഷോറിന് അറിയാതെ പറഞ്ഞ് കിഷോർ അകത്തേക്ക് കയറി പോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.